കുറച്ച് ആ ബ്ലാക്ക് ഐഷാഡോ അല്ല ബ്ലാക്ക് ഇതിലൊക്കെ കുറച്ച് അതൊന്നുമില്ല. അപ്പം ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്നത് ഈ ഒരു ലുക്കാണ്. ഇതുകൊണ്ട് പിന്നെ ഇതും, ഈ രണ്ട് ലുക്കാണ് റെഫറൻസ് ആയിട്ട് എടുത്തത്. ഇറ്റെന്ന് പറഞ്ഞൊരു മൂവിയിലെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലുക്കാന്ന് തോന്നുന്നു. കാണാൻ ഭയങ്കര സിമ്പിളായിട്ടുണ്ട്. പക്ഷെ മേക്കപ്പിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടിരിക്കുന്നത് ഒട്ടും സിമ്പിളായിരിക്കില്ല ചെയ്യാൻ, ഭയങ്കര പാടായിരിക്കും. ഞാൻ ആദ്യം ജസ്റ്റ് കളർ കറക്റ്റർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള ഏരിയയിൽ ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം വലുതായിട്ട് ഡാർക്ക് സ്പോട്ടൊന്നും ഇല്ല എങ്കിലും ജസ്റ്റ് ഇട്ടിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്റർ പാലറ്റാണ്, അതാ യൂസ് ചെയ്യുന്നത്. അതേ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഫൗണ്ടേഷന് തൊട്ട് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. കണ്ണൊക്കെ, പ്രത്യേകിച്ച് കണ്ണൊക്കെ. ഇത് ശരിക്കും കൺസീലറാണ്. കൺസീലർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവേ. കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാമേ. ആ ലുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഓൾറെഡി നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണ് ലുക്ക് ചെയ്തിട്ടുള്ളത്. ഫെയർ സ്കിന്നാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ മേക്കപ്പ് പിന്നെയും ഫെയർ ആക്കിയിട്ടുണ്ട്. കുറച്ചെങ്കിലും പുട്ടി അടിച്ചാൽ അതിൻ്റെ മുകളിൽ ആ റെഡ് ലൈൻ കാണത്തുള്ളൂ, ഇല്ലെങ്കിൽ ആ ലൈൻ കാണത്തില്ല. ആ ലൈനാണല്ലോ ആ ഒരു സ്ട്രക്ചർ കൊടുക്കുന്ന ആ ലുക്കിന് ഫുള്ള്. അപ്പം നമുക്കിനി ഫേസ് വിട്ടിട്ട് ഐസ് ഒന്ന് സെറ്റാക്കാൻ നോക്കാം. റെഡ്, ബ്ലാക്ക്, അങ്ങനെ ഒരു കുറച്ച് സ്കെയറി ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കാമേ. അപ്പം എൻ്റെ ഈ ഒരു കളർ പാലറ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് കുറേ നാളായി കേട്ടോ, ദൂരെ നാളായി. ഇതിൽ എനിക്കങ്ങനെ ആ ഒരു കറക്റ്റ് റെഡ് ഞാൻ ഉദ്ദേശിച്ച റെഡ് ഇതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയില്ല. റെഡുണ്ട്, റെഡ് കാറ്റഗറി വരുന്നുണ്ട്. ഈ ഗ്ലിറ്റർ നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം. അത് ഈ റെഡായിരുന്നു എനിക്ക് വേണ്ടത്, പക്ഷെ അത് ഗ്ലിറ്റർ ആയിട്ടുള്ളത്. അതിൻ്റെ പൗഡർ ആ ഒരു വേറെ മാറ്റ് ഫിനിഷിൽ വേറെ ആ ഒരു റെഡ് വരുന്നില്ല. പിന്നുള്ളത് ഈ റെഡാണ്, നമുക്ക് നോക്കാവേ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ റെഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ഐഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാവേ. ആ ഒരു ഷാഡോയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ഇരിക്കണമെന്ന് തോന്നും. അപ്പം ഞാൻ ജസ്റ്റ് റെഡ് ഐഷാഡോ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആ ഒരു എഫക്റ്റ് ഉണ്ട് റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും ഒക്കെ. ചെയ്ത് വരുമ്പോൾ അറിയാൻ തോന്നുന്നു. താഴെയും കൂടെ ആ റെഡ് ഐഷാഡോ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിതെന്തോ ഒരു മനസ്സിലൊരിത്, എനിക്കിത് ഫ്ലോപ്പ് ആവുമെന്നാണ് തോന്നുന്നത് മിക്കവാറും. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കും, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. നമുക്കിനി ഗ്ലിറ്റർ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഗ്ലിറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, നല്ല രസമാണ് കേട്ടോ, നല്ല ഗ്ലിറ്ററാണ്. ആ ഗ്ലിറ്റർ യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് അറിയാനുണ്ടല്ലേ ആ കളർ, കാരണം അതിൻ്റെ പാർട്ടിക്കിൾ കുറച്ച് വലിയ ഗ്ലിറ്റർ പാർട്ടിക്കിളാണ്. അതുകൊണ്ട് ആ കളർ ഇതിലൂടെ നല്ലതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഐഷാഡോ കാട്ടിലും ഗ്ലിറ്റർ നല്ലതായിട്ട് അറിയുന്നുണ്ടല്ലേ, അത് രസമുണ്ട്. ഇനി നമുക്ക് ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണൊന്ന് എഴുതാമേ. നമ്മുടെ ഐസ് സെറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു ശരിക്കും ഒരു ഫോറിൻ ലുക്കാണ്, അതായത് ഫോറിൻ ആൾക്കാരുടെ ലുക്കാണ് ചെയ്യുന്നത്. ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു കല്ലിങ്കാട്ട് നീലി ആവാനാണ് ചാൻസ്. എന്തായാലും ബ്ലഷ് ഇടാവേ. ബ്ലഷ് മറ്റേ ഈ നമ്മളുടെ ഈ ജോക്കർ പോലൊക്കെ എന്തോ അവരിട്ടേക്കുന്നത്, കാരണം അതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ടില്ലേ ജോക്കറിൻ്റെ. അപ്പം നമ്മളങ്ങനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വട്ടത്തിൽ, ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇതൊറ്റൊരു കാര്യം മാത്രം കറക്റ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് തന്നെ സെറ്റ്. ഇങ്ങനെ അങ്ങ് ചെയ്യാം. നമുക്ക് ലിപ്പൊന്ന് ലൈൻ ചെയ്യാമേ. ഈ ലിപ്പിൽ കൂടി ഇങ്ങനെ വന്ന് ഇവിടെ വരെ വന്നിട്ട് പിന്നെയാണ് കണ്ണിൻ്റെ മേലെ കൂടെ പോകുന്നത്. ഇതിൻ്റെ ദൈവസഹായിച്ച് എനിക്കൊരു റെഡ് ഐലൈനറുണ്ട്, ഐലൈനർ അല്ല ലിപ് ലൈനറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചുണ്ടൊന്ന് ലൈൻ ചെയ്യാമേ. എന്നിട്ട് ചുണ്ട് നമുക്ക് പിന്നീട് ഫില്ലാക്കാം. തൽക്കാലം ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യാം. ഇനിയാണ് ഏറ്റവും ടഫ് ഈ ഒരു കവിളിൽ കൂടെ പോകുന്ന സംഭവം കണ്ടോ, ഇത് നമുക്ക് വരച്ചെടുക്കണം. കാണാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും ഇപ്പം വരയ്ക്കുമ്പം കണ്ണിൻ്റെ സെൻട്രലായിട്ട്, അതായത് താഴത്തെ ഇവിടെ വരണം അല്ലേ.
ഓക്കെ. ഇനി ഇതാണ് ടാസ്ക്, അതായത് രണ്ട് സൈഡും ഒരുപോലെ തോന്നണം, അതാണ് ടാസ്ക്. ഇത് ഞാൻ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ ആ കൊമ്പില്ലേ, കോൺ പോലെയുള്ള, അത് നോക്കാമേ. ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പണ്ട് എനിക്ക് ഈ സ്കൂളിലൊക്കെ പടം വരയ്ക്കുമ്പോൾ കളറടിക്കുമ്പോൾ ഫില്ല് ചെയ്യുന്ന ഒരു ഫീല്, പെൻസിൽ കളർ ഇട്ട് ഫില്ല് ചെയ്യുന്ന അതേപോലെ ഉണ്ട്. ഇതിൽ കുറച്ച് ബ്ലാക്ക് ഒക്കെ കൊടുത്ത് കുറച്ചിങ്ങനെ ഷാഡോ പോലെ ആക്കിയാലോ? ഇതാണ് പ്രശ്നം. ഇപ്പം കുഴപ്പമില്ല, വലിയ രസമില്ല, എന്നാലും ബോട്ടൊന്ന് വെക്കാം. ഞാനിനി അത് കുളമാക്കും. എനിക്ക് ഇതിൽ കുറച്ച് ഷാഡോ ഒക്കെ കൊടുത്ത് കുറച്ച് ഡെഫിനിഷനൊക്കെ കൂടി ഞാൻ ഇതിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഈ സാധനമൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ബ്ലാക്ക് ഇതാക്കി ചെയ്ത് നോക്കട്ടെ എങ്ങനെയായിരുന്നു നോക്കാം. ഞാൻ കുറച്ച് ആ ബ്ലാക്ക് ഐഷാഡോ അല്ല, ബ്ലാക്ക് ഇതിലൊക്കെ ഒന്ന് കുറച്ച്, അതൊന്നുമില്ല, എനിക്ക് റെഡ് ചെയ്ത് റെഡിലൊക്കെ ഒന്ന് ബ്ലാക്ക് ഒരു ഷാഡോ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ അത് രസമുണ്ട്. റെഡായിട്ടിരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നേരത്തെ എൻ്റെ റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കാം. എന്നിട്ട് ഇതിലും നമുക്ക് ഈ റെഡ് ഐഷാഡോ വെച്ചിട്ട് ലിപ്പിലിങ്ങനെ ബൗണ്ടറിന്ന് ബോർഡർ പോലെ എഴുതാമേ. ബോർഡർ പോലെ ഒരു ഷാഡോ എഫക്റ്റ് കൊടുക്കാം. ഇനിയും നമുക്കുള്ളത് മൂക്കാണ്. മൂക്ക് രണ്ട് ചേച്ചിമാരും രണ്ട് രീതിയിലാണ്, ഒരാൾ വട്ടത്തിലും ഒരാൾ അല്ലാതൊക്കെ. നമുക്ക് വട്ടത്തിൽ ചെയ്യാം. ജോക്കറൊക്കെ അങ്ങനല്ലേ, ഇറ്റിൻ്റെ അകത്ത് ആ ജോക്കർ പീസ് അല്ലേ, അങ്ങനെ ചിരിച്ചോണ്ട് അതിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഈ നട്ട്. അപ്പോൾ അതിങ്ങനെ വട്ടത്തിലിങ്ങനെ ആ ഒരു സ്പോഞ്ച് ഇങ്ങനെ ഇതില്ല, ജോക്കർമാർ അതുപോലെ വയ്ക്കാം. പെർഫെക്റ്റ് വട്ടം, പെർഫെക്റ്റ് ഒന്ന് ഫീൽ ചെയ്യട്ടെ. എന്നിട്ട് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കാം. ഇനി നമുക്ക് ഒന്നുമില്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞു. വാ, നമുക്ക് ഈ ഹെയർ കൂടെ ചെയ്യാനുണ്ട്. ഹെയർ ഞാൻ നോക്കട്ടെ. ഹെയറാണ് അടുത്ത ഒരു പണി സത്യം പറഞ്ഞാൽ. എനിക്ക് ഈ ഒരു ലുക്ക് ഞാൻ നോക്കിയപ്പം കുറേ പേര് ചെയ്തേക്കുന്നൊരു ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇങ്ങനെ മിഡിൽ പാർട്ടീഷൻ എടുക്കുക, മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടിയേക്കുന്ന രീതിയിലാണ്. ഇങ്ങനെ നമ്മൾ പണ്ട് സ്കൂളിൽ, ഞാൻ പണ്ട് ഞാനൊക്കെ ഇങ്ങനെ പണ്ട് 2-ലോ 3-ലോ പഠിക്കുമ്പോഴേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കേട്ടിട്ടില്ല. ഇനി ഇപ്പം ഞാനിങ്ങനെ ഇടുന്നുണ്ട്, ഇപ്പോഴായിരിക്കും കുറേ വർഷത്തിന് ശേഷം. ഇങ്ങനെയാണ് മിക്ക ഇതിൽ കണ്ട ഹെയർ സ്റ്റൈല്. ഞാൻ നോക്കട്ടെ, ഞാനത് കെട്ടിയിട്ട് വരാം നല്ലത്. ഞാൻ ഇങ്ങനെ ആക്കി കേട്ടോ, കെട്ടിയില്ല, ക്ലിപ്പ് വെച്ചിട്ട്, ഇതുപോലത്തെ ക്ലിപ്പ് വെച്ചിട്ട്. എനിക്ക് കെട്ടാനുള്ള സാധനം ഇല്ല, റബ്ബർ ബാൻഡ് ഇല്ല, അത് ഒരെണ്ണേ ഉള്ളൂ. ക്ലിപ്പ് തന്നെ രണ്ടും 2 സൈസാണ്, അഡ്ജസ്റ്റ് ചെയ്തു, അതാണ് സത്യം. അപ്പം ഇതാണ് നമ്മുടെ ഹലോവിൻ ലുക്ക്. ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഹലോ, ഇറ്റ്സ് മീ ആർദ്ര. നമ്മുടെ ഈ ചാനലിൽ ബ്യൂട്ടി റിവ്യൂസ് അതൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.